വിശദമായ വാർത്തകൾ പരിശോധിക്കാം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഇന്ത്യയെ 209 റൺസിന് തകർത്തു. എൽദോ പോൾ പുതുശ്ശേരി ചേർന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. എൽദോ, എന്തായാലും ഏറെ പ്രതീക്ഷയോടെ ഇന്ത്യ കാത്തിരുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചത്? ഭാഗ്യ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ഏറ്റവും വലിയ പാളിച്ച സംഭവിച്ചത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലാണ്. ഇന്ത്യയുടെ ബാറ്റർമാർ 2 ഇന്നിംഗ്സിലും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഓവലിൽ കാണാൻ കഴിഞ്ഞത്. ഒരു തരത്തിലും ഓസ്ട്രേലിയൻ ബോളർമാർക്ക് മുന്നിൽ ഒരു ആധിപത്യം പുലർത്താൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ചും 5ാം ദിനത്തിൽ ഇന്ത്യ ആദ്യ സെഷനിൽ തന്നെ പുറത്താകുന്ന ഒരു സാഹചര്യം, അതും 7 വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ വ്യക്തമാണ് ഇന്ത്യ എത്രത്തോളം ഓസീസ് ബോളർമാർക്ക് മുന്നിൽ അട്ടിപ്പതറി പോയി എന്നുള്ള സംഭവം. വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ ഈ 2 പേരെ പുറത്താക്കിയ ബോളണ്ടിന്റെ ആ ഇരട്ട പ്രഹരമാണ് ഇന്ത്യയെ ഒരു തരത്തിലും ഈ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതായെന്ന് ഉറപ്പാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പിന്നാലെ നേഥൻ ലിയോണും ഈ മത്സരത്തിന്റെ ആ കടിഞ്ഞാൻ ഓസ്ട്രേലിയക്ക് വേണ്ടി ഏറ്റെടുത്തു. സ്പിന്നർ ആയിട്ടുള്ള നേഥൻ ലിയോൺ 4 വിക്കറ്റ് വീഴ്ത്തുകൂടി ചെയ്തതോടുകൂടി ഇന്ത്യയുടെ വാലറ്റവും പൂർണ്ണമായി തകർന്നു. ഒരിക്കൽ കൂടി KS ഭരത് പരാജയപ്പെടുന്നത് ഇന്ത്യക്ക് നിരാശ പകർന്ന കാഴ്ചയാണ്. ഇനി വിരാട് കോഹ്ലി 49 റൺസിൽ പുറത്തായപ്പോൾ തന്നെ ഇന്ത്യ അല്പം നിരാശയിലേക്ക് പോയി. പിന്നീടാണ് ഇന്ത്യക്ക് അജിങ്ക്യ രഹാനെ പ്രതീക്ഷ നൽകിയെങ്കിൽ പോലും ഈ അജിങ്ക്യ രഹാനയുടെ ഇന്നിംഗ്സും നീണ്ടു നിന്നില്ല. അങ്ങനെ ICC ചാമ്പ്യൻഷിപ്പുകളിൽ എല്ലാത്തിലും വിജയിച്ച ഒരു സംഘമായി മാറി ഓസ്ട്രേലിയ. 5 ഏകദിന ലോകകപ്പുകൾ, 2 ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾ, ഒരു T20 ലോകകപ്പ്, ഇപ്പോൾ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു മേധാവിത്വം ക്രിക്കറ്റ് ലോകത്ത് നിലനിർത്തുകയാണ് ഓസി സംഘം. ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനക്കാരായിട്ടുള്ള ഇന്ത്യയെ തോൽപ്പിച്ച് 2ാം സ്ഥാനക്കാരായിട്ടുള്ള ഓസ്ട്രേലിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് എത്തി. 444 റൺസ് എന്ന വലിയ വിജയലക്ഷ്യം ഉയർത്തിയപ്പോൾ തന്നെ ഓസ്ട്രേലിയ ഏറെക്കുറെ ഈ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കി എന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോഴും വിരാട് കോഹ്ലി, അജിങ്ക്യ രഹാനെ എന്നീ 2 പേർ അവർ ക്രീസിൽ തുടർന്നാൽ പ്രതീക്ഷ വയ്ക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇന്ത്യ നിലനിന്നത്. പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് അധികം ദൈർഘ്യമുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും നിരാശപ്പെടുത്തുന്ന ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആയിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ. ഇന്ത്യ 209 റൺസിന്റെ വലിയ തോൽവി ഏറ്റുവാങ്ങുന്ന സാഹചര്യം. 234 റൺസിന് 2ാം ഇന്നിംഗ്സിൽ പുറത്തായ ഇന്ത്യ. ആദ്യ ഇന്നിംഗ്സിലും ഇന്ത്യക്ക് സമാനമായിരുന്ന സാഹചര്യം. നേരത്തെ ഭാഗ്യ ചോദിച്ചതുപോലെ എവിടെ പിഴച്ചു എന്നതിന്റെ ഉത്തരം വ്യക്തമാണ്. സ്കോർ കാർഡിൽ 296 ആദ്യ ഇന്നിംഗ്സിൽ, 2ാം ഇന്നിംഗ്സിൽ 234. അപ്പോൾ അതിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയുടെ ബാറ്റർമാർ ഫോമിലേക്ക് എത്തിയില്ല എന്നുള്ളത്. ഓസ്ട്രേലിയ ആവട്ടെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങി 469 റൺസ് 1ാം ഇന്നിംഗ്സിലും, 2ാം ഇന്നിംഗ്സിൽ 270 റൺസ് എടുത്ത് 8 വിക്കറ്റിന് ഡിക്ലെയർ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഒരു തരത്തിലും ഈ ടോസിന്റെ ആനുകൂല്യമൊന്നും ലഭിക്കാതെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയ ചാമ്പ്യന്മാരായിരിക്കുന്നു. എൽദോ പോൾ പുതുശ്ശേരിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജനറൽ ആശുപത്രിക്കെതിരെ ഗുരുതര പരാതി. കൃത്യമായ ചികിത്സ നൽകാത്തതിനെതിരെ തുടർന്ന് 1.5 വയസ്സുള്ള കുഞ്ഞ് മരിച്ചതായി കുടുംബത്തിന്റെ ആരോപണം. സുകന്യ സുജിത് ദമ്പതികളുടെ മകൾ ആർച്ചയാണ് മരിച്ചത്. ആരോഗ്യമന്ത്രി വിവരം ധരിപ്പിച്ചിട്ടും ഗൌരവത്തിലെടുത്തില്ലെന്നും പരാതിയുണ്ട്. അതേസമയം സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പനിയെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു 1.5 വയസ്സുകാരിയായ ആർച്ച. പനി കുറയാത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെയും ആശുപത്രിയിലെത്തിച്ചു. കൃത്യമായി പരിശോധിക്കാതെ വീട്ടിലേക്ക് കുഞ്ഞിനെ തിരികെ അയച്ചുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. വീട്ടിലെത്തിയ ഉടൻ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിന് പിന്നാലെ കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവായതിനാൽ രോഗിയെ കൃത്യമായി പരിശോധിക്കാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ പിന്നും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് പനിയൊക്കെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയാകുമ്പോൾ കൊച്ചിന് നല്ല ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ കൊണ്ടുവന്നിട്ട് അവർ ആവി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്തുനിന്ന് മരുന്ന് മേടിച്ച് ആവി എടുത്ത് എന്നിട്ട് മരുന്നിന് എടുത്തുനിന്ന് പിന്നെ വീട്ടിൽ വിട്ടായിരുന്നു. കുഞ്ഞിന് കൃത്യമായ ചികിത്സ നൽകാത്ത വിവരം ആരോഗ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടും ഗൌരവത്തിലെടുത്തില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരും ബന്ധുക്കളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആശുപത്രി അധികൃതർ സംഭവത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസ് പുനഃസംഘടനയെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നു. ഐക്യം അട്ടിമറിച്ചത് ഗ്രൂപ്പ് എന്ന് കെ സുധാകരൻ. വിമർശിക്കുന്നവർ നേതൃത്വം നൽകിയപ്പോൾ എന്തായിരുന്നു അവസ്ഥയെന്നും സുധാകരൻ തുറന്നടിച്ചു. അതേസമയം വിശ്വാസ്യതയ്ക്ക് കളങ്കം വരുത്തിയവരുമായി ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ലെന്ന് എം ഹസനും പ്രതികരിച്ചു. പ്രശ്നം പരിഹരിക്കാൻ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നാളെ കേരളത്തിലെത്തും.
ബത്തേരിയിലെ നേതൃസംഗമത്തിൽ ഉണ്ടാക്കിയെടുത്ത ഐക്യമുന്നേറ്റം പുനഃസംഘടനയുടെ പേരിൽ ഇല്ലാതായെന്ന പൊതുവികാരമാണ് എ ഗ്രൂപ്പിന്. ഐ ഗ്രൂപ്പും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് കോൺഗ്രസിൽ പതിവാണെന്നും നേരത്തെ അത് കെ കരുണാകരനെതിരെയായിരുന്നെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. മുമ്പ് കെ കരുണാകരനായിരുന്നു, ഇപ്പം അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിലെത്തി. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിൽ ഓരോ ആക്രമണങ്ങൾ ഉണ്ടാകും. അത് കോൺഗ്രസിൽ പതിവായതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഒരു പൊതു ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. KPCC അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകാത്തതോടെയാണ് ഹൈക്കമാൻഡിനെ സമീപിക്കാൻ തീരുമാനിച്ചത്. സതീശനോ സുധാകരനോ എതിരായിട്ടുള്ള ഒരു നീക്കവും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. തങ്ങളോട് കൂടിയാലോചനകൾ നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നെന്നും MM ഹസൻ. ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളോടുകൂടി തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും പ്രസിഡന്റിനും പാർലമെന്ററി പാർട്ടി ലീഡർക്കുമാണ്. ഞങ്ങളാരും ആ അധികാരത്തെയോ അവകാശത്തെയോ ഒന്നും ചോദിച്ചിരുന്നില്ല. അപ്പൊ ഇത് ഞങ്ങളോടുകൂടി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറായി. എന്തോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. ആ ചർച്ചകൾ പൂർത്തിയാക്കി അവസാനം നാടകീയമായിട്ടായിരുന്നു ലിസ്റ്റുകൾ പ്രഖ്യാപിച്ചത്. അതേ തുടർന്ന് സുൽത്താൻ ബത്തേരിയിൽ ഉണ്ടാക്കിയ ഐക്യാന്തരീക്ഷത്തിന് മങ്ങലേറ്റു. അതാണ് സത്യം. ആ മങ്ങലേറ്റു. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ട്. തങ്ങളിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡിനെ സമീപിക്കുന്നത്. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ AICC നേതൃത്വം പറയട്ടെ. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തങ്ങൾ തയ്യാറാണെന്നുമായിരുന്നു കെ സുധാകരന്റെ മറുപടി. എല്ലാ നേതാക്കന്മാരോടും ഞങ്ങൾ ഫോണിൽ സംസാരിച്ച് ഓരോ പ്രശ്നത്തോടും ഞങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് കുറ്റബോധമില്ല. ഇനി ഹൈക്കമാൻഡിന്റെ മുമ്പിൽ പരാതി പറയട്ടെ, ഹൈക്കമാൻഡ് അന്വേഷിക്കട്ടെ. നടപടിയിൽ നമ്മുടെ ഭാഗത്ത് KPCC ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ AICC നടപടി എടുത്തോട്ടെ, ഞങ്ങളത് സ്വീകരിച്ചോളാം. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പഠന ശിബിരത്തിൽ AI ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ വിട്ടുനിന്നാൽ പുനഃസംഘടനയുടെ പേരിലുണ്ടായ കണ്ണുകടി താഴെത്തട്ടിലേക്കും വ്യാപിക്കുന്നതിന്റെ ആക്കം കൂട്ടുന്ന സാഹചര്യമാകും കോൺഗ്രസിൽ ഉണ്ടാവുക. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യാജരേഖ കേസിൽ കെ വിദ്യ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. താൻ നിരപരാധിയാണെന്നും വ്യാജരേഖ ചമച്ചിട്ടില്ലെന്നും തനിക്കെതിരെയുള്ളത് വ്യാജ കേസാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. അവിവാഹിതയായ തന്നെ അറസ്റ്റ് ചെയ്താൽ ഭാവിയെ ബാധിക്കുമെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഹർജിയിൽ കോടതി പോലീസിന്റെ വിശദീകരണവും തേടി. അതേസമയം വ്യാജരേഖ കേസിൽ കെ വിദ്യയെ കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായം തേടി പോലീസ്. വിദ്യ ഒളിവിൽ കഴിയുന്ന സ്ഥലത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായി അഗളി പോലീസ് അറിയിച്ചു. കേസ് അന്വേഷണം ആരംഭിച്ച് ഒരാഴ്ച പിന്നിട്ടെങ്കിലും വിദ്യയെ കണ്ടെത്താൻ കഴിയാത്തതിൽ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ബന്ധുക്കൾ വിദ്യയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനാണ് സൈബർ സെല്ലിന്റെ സഹായം തേടാൻ പോലീസ് തീരുമാനിച്ചത്. വിദ്യയുടെ ചില സുഹൃത്തുക്കളും നിരീക്ഷണത്തിലാണ്. അതിനിടെ കേസിലെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നാളെ അഗളി DYSP മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെയും അഗളി CI അട്ടപ്പാടി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലിന്റെയും മൊഴിയെടുക്കും. പോലീസിന്റെ മെല്ലപ്പോക്കിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒരാഴ്ചക്കാലമായിട്ട് വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ പോലും കേരള പോലീസിന് കഴിയാതെ വരുമ്പോൾ വളരെ തിടുക്കപ്പെട്ട് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ KSU സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മഹാരാജാസ് കോളേജിലെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു മാധ്യമ സ്ഥാപനത്തിലെ റിപ്പോർട്ടർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ തിടുക്കപ്പെട്ട് കേസെടുക്കുമ്പോൾ വിദ്യയുടെ കേസിനെ മറച്ചു പിടിക്കാനുള്ള ഒരു സമീപനമായിട്ട് അതിനെ നോക്കിക്കാണുകയാണ്. ഇത് സർക്കാരിന്റെ ഇരട്ട നീതിയാണ്, ഇരട്ടത്താപ്പായി തന്നെ KSU അതിനെ നോക്കിക്കാണുകയാണ്. അതിനിടെ കെ വിദ്യയുടെ തൃക്കരിപ്പൂരിലെ വീട്ടിൽ പോലീസ് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. പൂട്ടിയ നിലയിലായിരുന്ന വീട് ബന്ധുവാണ് തുറന്നു കൊടുത്തത്. വിദ്യയുടെ അയൽവാസികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി. ന്യൂസ് 18 കൊച്ചി. വിധിക്കെതിരായ അന്വേഷണം ഇഴയുമ്പോഴും മഹാരാജാസ് കോളേജിലെ റിസൾട്ട് വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ദ്രുതഗതിയിലാണ്. മാധ്യമപ്രവർത്തക ഉൾപ്പെടെയുള്ള 3 പ്രതികളെ ഉടൻ ചോദ്യം ചെയ്യും. അതിനിടെ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസെടുക്കുന്നതിനെ ന്യായീകരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. MV ഗോവിന്ദന്റെ പ്രതികരണം ധിക്കാരപരമെന്നായിരുന്നു VD സതീശന്റെ മറുപടി. വ്യാപക വിമർശനമുയരുമ്പോഴും മാധ്യമപ്രവർത്തകയെ പ്രതി ചേർത്ത നടപടിയെ ന്യായീകരിക്കുകയാണ് CPM നേതൃത്വം. മാധ്യമപ്രവർത്തകയും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവരെയും കേസിന്റെ ഭാഗമായി കൈകാര്യം ചെയ്യുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. കേന്ദ്രത്തിന്റെ മാധ്യമവേട്ടയുമായി താരതമ്യം ചെയ്യേണ്ടതില്ല. മാധ്യമത്തിന്റെ പേര് പറഞ്ഞ് കേസിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഇത്രയും വമ്പിച്ച രീതിയിലുള്ള ഒരു ഗൂഢാലോചന
അതിന് പിന്നിൽ നടത്തിയിട്ടുള്ളത് ആരൊക്കെയാണോ ആരൊക്കെയാണെന്നുള്ളവരെ കണ്ടെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം. FIR എന്ന് പറയാൻ നോക്കേണ്ട കാര്യമില്ല. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് FIR മാത്രമല്ല, പിന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? എതിർ ശബ്ദങ്ങളെ നിശബ്ദനാക്കാനുള്ള തന്ത്രമാണ് പിണറായി സർക്കാർ പയറ്റുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. MV ഗോവിന്ദന്റെ പ്രതികരണം ധിക്കാരപരമാണെന്നും പിണറായി മോദി സ്റ്റൈലിലേക്ക് മാറുന്നുവെന്നും VD സതീശൻ. അഹങ്കാരം നിറഞ്ഞ പ്രതികരണം. അധികാരം CPM നേതാക്കളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതിഫലനമാണ്. ഇത് മോഡി സ്റ്റൈലിൽ പിണറായി ആവുകയാണ്. മോഡി സ്റ്റൈൽ. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് സർക്കാരിനെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മാധ്യമപ്രവർത്തകർ, എതിർ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരെ നിശബ്ദരാക്കാനാണ് CPM ലക്ഷ്യമിടുന്നതെന്നും സുരേന്ദ്രൻ. കേരളത്തിൽ മാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടാനുള്ള, തങ്ങൾക്കെതിരായ വാർത്തകൾ പുറത്തുവിടുന്നവരെ തച്ച് തകർക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണ് നടക്കുന്നത്. ആർഷയുടെ പരാതിയിൽ മഹാരാജാസ് കോളേജ് ആർക്കിയോളജി വിഭാഗം കോഴ്സ് കോർഡിനേറ്റർ ഡോക്ടർ വിനോദ് കുമാർ, പ്രിൻസിപ്പൽ VS ജോയ് എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, KSU യൂണിറ്റ് ഭാരവാഹി CA ഫാസിൽ, ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ അഖില നന്ദകുമാർ എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യും. ന്യൂസ് 18 കൊച്ചി. ഗൂഢാലോചന കേസിൽ മാധ്യമപ്രവർത്തകയെ പ്രതി ചേർത്തതിൽ പ്രതികരിക്കാനില്ലെന്ന് മന്ത്രി MP രാജേഷ്. തെറ്റ് ചെയ്യുന്നവർ ആരായാലും സംരക്ഷിക്കില്ല, മാധ്യമങ്ങൾ നിഷ്പക്ഷരാണെന്ന് പറയരുതെന്നും വിദ്യയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നും MP രാജേഷ് പ്രതികരിച്ചു. ഉള്ളത് മാത്രമല്ല, ഇല്ലാത്തതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലുണ്ടല്ലോ. പിന്നെ ഏതെങ്കിലും ഒരു കേസ് വരുമ്പോൾ അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അടിസ്ഥാനത്തിലായിരിക്കും എടുത്തിട്ട് അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ചില കാര്യത്തിൽ പോലീസിന്റെ നടപടി വൈകുന്നു എന്ന് പറയാ, നമുക്ക് താല്പര്യമുള്ള കേസുകളിൽ അങ്ങനെ പറയുകയും നമുക്ക് എതിരായിട്ട് വരുന്ന സമയത്ത് പോലീസ് പെട്ടെന്ന് നടപടി സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഒരേപോലെയാണല്ലോ നിയമം. ചിലതും മാത്രം സെലക്റ്റീവായിട്ട് ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയം മനസ്സിലാവും. മാധ്യമങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നിഷ്പക്ഷരാണെന്ന് അവകാശപ്പെടരുത്, അത്രയേ ഉള്ളൂ. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ജോസ് പുളിക്കൻ. ഇത് ആസൂത്രിതമാണെന്ന് പകൽ പോലെ വ്യക്തമാണെന്നും അദ്ദേഹം ആരോപിച്ചു. സമാനമായ സംഭവങ്ങൾ മറ്റു ചിലയിടങ്ങളിൽ നടന്നപ്പോൾ അവിടെ ഒരു സമരാഭാസവും ഉണ്ടായില്ല. എല്ലാ തരത്തിലും മാധ്യമങ്ങൾ വസ്തുത വളച്ചൊടിക്കുന്ന കാലമാണിത്. ആസൂത്രിതമായ ഭീകരവാദ പ്രവർത്തനങ്ങളെ തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബോധപൂർവകമായ ചില അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും ഇല്ലെന്നാക്കാനുള്ള ആസൂത്രിതമായ ചില ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. സത്യസന്ധമായിട്ട് കാര്യങ്ങളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് പകൽ പോലെ വ്യക്തമാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ ഒരു മതവിഭാഗത്തിനും എതിരല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല. എല്ലാ പാർട്ടിയിലും മതത്തിലും എത്രയോ നന്മ നിറഞ്ഞ മനുഷ്യരുണ്ട്. പക്ഷേ അതിനകത്തുള്ള ചെറിയ ഒരു വിഭാഗമായിരിക്കാം ഒരുപക്ഷെങ്കിൽ ഇത്തരത്തിലുള്ള അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട് ആസൂത്രിതമായി ചില നല്ല പ്രസ്ഥാനങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും തമസ്കരിക്കും ഇടിച്ചു തകർത്താനും ബോധപൂർവം ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ അറിയണം, ഉണർന്നു ചിന്തിക്കണം, എഴുന്നേൽക്കുക, ഉണരുക. ഈ കാര്യത്തിൽ നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. കണ്ണടച്ചിരിക്കാനായിട്ട് പാടില്ല, നിസ്സംഗത ഇവിടെ പാടില്ലെന്നുള്ളതാണ് സത്യം. ഏതുതരം വിശ്വാസത്തിലേക്ക് പോയാലും കുഴപ്പമില്ല, എന്തുമാകാം, എങ്ങനെയുമാകാം എന്നൊക്കെ പറയുന്ന വിധം പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിലോമകരമായ അപകടകരമായ കടന്നുകയറ്റങ്ങളോട് നമ്മൾ സമരസപ്പെട്ടു കഴിഞ്ഞാൽ, അതിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഇല്ലെന്നാകും നമുക്കുള്ള ധാർമ്മികത എന്ന കാര്യം മറക്കരുത്. ഗൂഢ അജണ്ടകൾ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആസൂത്രിതമായ ഭീകരവാദത്തിന്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബോധപൂർവം എവിടെയെങ്കിലും സഭയുടെ സ്ഥാപനങ്ങളിലോ സഭയുടെ പ്രസ്ഥാനങ്ങളിലോ അനാവശ്യമായ കടന്നുകയറ്റങ്ങളോ ആക്രമണങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടാനായിട്ട് നമുക്ക് സാധിക്കണം. ഉണരേണ്ടത് ആവശ്യമാണ്. സിറോ മലബാർ സഭ പ്രത്യേക സിനഡിന് നാളെ കൊച്ചിയിൽ തുടക്കം. സിനഡ് സമാപിക്കുന്നതിന് മുമ്പ് സെന്റ് മേരീസ് കത്തീഡ്രൽ തുറന്നില്ലെങ്കിൽ മുൻകൈയെടുത്ത് തുറക്കുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകി. വൈദികരെയും വിശ്വാസികളെയും കണക്കിലെടുക്കാതെ സിനഡ് അവസാനിച്ചാൽ അത് അംഗീകരിക്കില്ലെന്ന് അൽമായ മുന്നേറ്റ സമിതിയും വ്യക്തമാക്കി. സാധാരണ നിലയിൽ വർഷത്തിൽ 2 തവണയാണ് സിനഡ് ചേരുക. ഏകീകൃത കുർബാന ചൊല്ലിയുള്ള അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് പ്രത്യേക സിനഡ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. വിഷയത്തിൽ പ്രത്യേക സിനഡ് ചേരണമെന്ന് വത്തിക്കാനും നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ്
കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നാളെ മുതൽ 16 വരെ പ്രത്യേക സെനറ്റ് ചേരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ പ്രത്യേക സെനറ്റ് ചേരുന്ന കാര്യം അറിയിച്ചിട്ടില്ലെന്ന് അതിരൂപത സംരക്ഷണ സമിതി ആരോപിച്ചു. സിനഡ് അവസാനിക്കുന്നതിന് മുമ്പ് സെന്റ് മേരീസ് കത്തീഡ്രൽ തുറന്നില്ലെങ്കിൽ മുൻകൈയെടുത്ത് തുറക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന ജനാഭിമുഖ കുർബാനയല്ലാതെ മറ്റൊരു രീതിയും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഈ കാര്യം വത്തിക്കാനെയും സഭാധികാരികളെയും പലവട്ടം ധരിപ്പിച്ചിട്ടുള്ളതാണ്. ആ ധരിപ്പിച്ചിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ പിതാക്കന്മാർ വിവേകപൂർവം ഒരു തീരുമാനമെടുത്ത് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലിക് ഡെലിഗേറ്റിന്റെ കീഴിൽ സഭയെ കൊണ്ടുവരണമെന്നാണ് അൽമായ മുന്നേറ്റ സമിതിയുടെ ആവശ്യം. 16 ഫെറോനകളിലെ പ്രമേയങ്ങളും സഭാപിതാക്കന്മാർക്ക് കൈമാറും. അതേസമയം സിനഡ് തുടങ്ങി അവസാനിക്കുന്ന ദിവസം വരെ സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ വൈകിട്ട് പ്രാർത്ഥനായജ്ഞവും നടത്തും. ന്യൂസ് 18 കൊച്ചി. അരിക്കൊമ്പൻ കേരള വനാതിർത്തിക്ക് സമീപം നെയ്യാർ വനമേഖലയിൽ നിന്ന് 6 കിലോമീറ്റർ ആകാശദൂരം മാറിയാണ് അരിക്കൊമ്പൻ ഇപ്പോഴുള്ളത്. അരിക്കൊമ്പൻ ആരോഗ്യവാനാണെന്നും കന്യാകുമാരി ജില്ലയിലെ മലയോര ഗ്രാമവാസികൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും കന്യാകുമാരി കളക്ടർ അറിയിച്ചു. നെയ്യാർ വനമേഖലയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ആകാശദൂരം അകലെ കന്യാകുമാരി വനമേഖലയിലാണ് അരിക്കൊമ്പൻ ഇപ്പോൾ. ഇന്നലെ രാത്രി കൂടുതൽ നെയ്യാർ അതിർത്തിയിലേക്കാണ് അരിക്കൊമ്പൻ സഞ്ചരിച്ചത്. പക്ഷെ നെയ്യാർ വനത്തിലേക്ക് എത്താൻ ഇനിയുള്ള പാത ബുദ്ധിമുട്ടേറിയതാണ്. ഇതിനായി ചെങ്കുത്തായ മലകൾ അരിക്കൊമ്പൻ താണ്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നെയ്യാർ വനമേഖലയിൽ എത്താനുള്ള സാധ്യത കുറവാണെന്നും വിലയിരുത്തുന്നുണ്ട്. കേരള വനംവകുപ്പ് അരിക്കൊമ്പന്റെ സഞ്ചാരം നിരീക്ഷിച്ചു വരികയാണ്. അരിക്കൊമ്പൻ ഇപ്പോൾ നല്ല ആരോഗ്യവാനാണെന്നും ഭക്ഷണവും വെള്ളവും പതിവായി കഴിക്കുന്നുണ്ടെന്നും കന്യാകുമാരി ജില്ലാ കളക്ടർ അറിയിച്ചു. കന്യാകുമാരി ജില്ലയിലെ മലയോര ഗ്രാമവാസികൾ ആശങ്കപ്പെടേണ്ടതില്ല. തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വേട്ടവിരുദ്ധ സേനാംഗങ്ങളും അടങ്ങുന്ന പ്രത്യേക സംഘമാണ് ആനയെ നിരീക്ഷിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ PN ശ്രീധർ അറിയിച്ചു. കളക്കാട് മുണ്ടന്തുറ കടുവാ സങ്കേതത്തിന് കീഴിലുള്ള കുരിയരു അണക്കെട്ടിന്റെ വനമേഖലയിലാണ് അരിക്കൊമ്പൻ ആനയെ തുറന്നുവിട്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരിടവേള. തിരികെ വാർത്തയിലേക്ക്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്നും വീണ്ടും മത്സരിക്കുമെന്ന് ബ്രിജ് ഭൂഷൺ ശരൺ സിംഗ് MP. യുപിയിലെ കൈസർഗഞ്ചിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. BJP വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നും ബ്രിജ് ഭൂഷൺ പറഞ്ഞു. ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ബ്രിജ് ഭൂഷന്റെ രാജി ആവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് യുപിയിൽ സംഘടിപ്പിച്ച റാലിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേന്ദ്ര സർക്കാർ ഓർഡിനൻസിനെതിരെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ മഹാറാലി. രാംലീല മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിലും റാലിയിലും 1 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, മന്ത്രിമാരായ സൌരഭ് ഭരദ്വാജ്, അതിഷി, രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് തുടങ്ങിയവരും റാലിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രീംകോടതി വിധി പാലിക്കുന്നില്ല. ഡൽഹിയിലെ വികസനത്തിന് കേന്ദ്രം തടസ്സം നിൽക്കുന്നെന്നും രാജ്യത്ത് ജനാധിപത്യം അവസാനിപ്പിക്കാനാണ് ശ്രമമെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. AICCയുടെ നിർദ്ദേശങ്ങൾ തള്ളി ദൌസയിൽ കരുത്തുകാട്ടി സച്ചിൻ പൈലറ്റ്. പിതാവ് രാജേഷ് പൈലറ്റിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് ദൌസയിൽ ഒരുക്കിയ ജനസഭയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. വേദിയിൽ അശോക് ഗെഹ്ലോട്ടിന് പരോക്ഷ വിമർശനം നൽകാനും സച്ചിൻ മറന്നില്ല. തന്റെ ലക്ഷ്യം അഴിമതിരഹിത രാഷ്ട്രീയമാണെന്നും അതിനായുള്ള പോരാട്ടം തുടരുമെന്നും സച്ചിൻ വ്യക്തമാക്കി. സർക്കാരിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടുന്നത് തിരുത്തപ്പെടാനാണെന്നും സച്ചിൻ പറഞ്ഞു. ആമസോൺ കൊടും വനത്തിലെ 40 ദിവസത്തെ ജീവിതത്തിനൊടുവിൽ രക്ഷപ്പെട്ട 4 കുട്ടികളും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. പഴയ പോലെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയില്ലെങ്കിലും ഇവരിൽ 2 പേർ കളിയും ചിരിയുമായി ആശുപത്രിയിൽ ഉഷാറായി കഴിഞ്ഞെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 2 ആഴ്ചയ്ക്ക് ശേഷമേ ഇവർ ആശുപത്രി വിടുകയുള്ളൂ. 2 അനുജത്തിമാരെയും 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞനുജൻ ക്രിസ്റ്റിനെയും കൊടുംകാട്ടിൽ പൊന്നുപോലെ നോക്കിയ ചേച്ചി 13-കാരി ലെസ്ലിയാണ് കൊളംബിയയിലെ താരം. അതിജീവനത്തിനായി പോരാടിയ കൊളംബിയൻ പോരാളികളുടെ ഇന്നിന്റെ പ്രതീകമാവുകയാണ് ആ 13-കാരിയും സഹോദരിമാരായ സൊലേനയും ടിയേനയും 1 വയസ്സുള്ള ക്രിസ്റ്റിയും. തലസ്ഥാനമായ ബൊഗോട്ടോയിലെ സൈനിക ആശുപത്രിയിൽ ഏറ്റവും മികച്ച ചികിത്സയാണ് സർക്കാർ 4 പേർക്കും നൽകുന്നത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ആശുപത്രി വിടാൻ പക്ഷേ 2 ആഴ്ച എടുക്കുമെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സഹോദരങ്ങളിൽ 2 പേർ കളിയും ചിരിയുമായി ആശുപത്രിയിൽ ഉഷാറാണ്. ബെൽജിയൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട പരിശീലനം നേടിയ 4 നായ്ക്കളുടെ സഹായത്തോടെയായിരുന്നു കൊടുംകാട്ടിലെ തെരച്ചിൽ. ഇതിൽ ഒരു നായയെ കാണാതെ പോയിരുന്നു.
ഈ നായയ്ക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5540, പവന് 44,320. വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000. പ്ലാറ്റിനം ഗ്രാമിന് 3661, ഔൺസിന് 1,13,870. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം കാണാം. നമസ്കാരം.